നക്ഷത്ര വീതിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓണാശംസകൾ പ്രമാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓണത്തിനോട് അനുബന്ധിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും തരുന്ന ഈ സന്ദർഭത്തിൽ ഒരു ചെറിയ ദുരിതദോഷങ്ങൾ നമ്മൾക്ക് കടന്നു പോയിട്ടുണ്ട്. അത് ഇനിയും വരാതിരിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം ഉരുൾപൊട്ടലും ഭൂമി ദോഷങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ വളരെ കൃത്യമായി ചുരുക്കം വാക്കുകളിലൂടെ പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഓണ ദിനങ്ങളിലും ഓണം കഴിഞ്ഞ ശേഷവും ചിങ്ങമാസത്തിലെ ഗ്രഹനില സമ്പ്രദായത്തിൽ നിങ്ങൾക്ക് സുഖ സമാധാനങ്ങൾ കിട്ടുമെങ്കിലും മറ്റു പല കാര്യങ്ങൾക്കും ചില സങ്കടങ്ങളും ദോഷങ്ങളും ഉണ്ടാവാം എന്നാണ് കാണേണ്ടത്. അത് എന്തുകൊണ്ടെന്നാൽ ഓണത്തിന് പ്രത്യേകിച്ച് ഈ ചിങ്ങമാസം 30-ാം തീയതി കൂടി വരുന്നതും അതുപോലെ തന്നെ ഈ ഓണത്തിൻ്റെ നാളുകൾ തമ്മിൽ കയറ്റിറക്കങ്ങൾ വന്നതുകൊണ്ടും അവസാനിക്കുന്നത് കന്നിമാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഓണപ്പുലരി നമുക്ക് ഒരു ചില ദോഷങ്ങൾ വരും എന്ന് തന്നെയാണ് തർക്ക വിഷയങ്ങളില്ലാതെ കാണേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഗ്രഹനില സമ്പ്രദായത്തിലെ വിലക്കയറ്റങ്ങൾ, അതുപോലെ തന്നെ ഭരണ നേട്ടങ്ങൾ കൊണ്ട് ഭരണക്കാർക്ക് മാനസിക ക്ലേശങ്ങൾ, അതുപോലെ തന്നെ പ്രജകൾക്ക് മാനസിക പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ട ഒരു ദുരിതദോഷത്തോടെയാണ് മഹാബലിയുടെ വരവും അതുപോലെ തന്നെ ചില ദോഷങ്ങൾ. അപ്പോൾ മഹാബലി വരുന്ന ഈ കാലഘട്ടങ്ങളിൽ വളരെ സന്തോഷത്തോടെ കടന്നു പോകേണ്ട നമ്മുടെ നാട്ടിലെ ഒരു ചില വ്യത്യാസങ്ങൾ, അത് അങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ സാധാരണക്കാർക്ക് ജീവിച്ചു പോകാൻ പറ്റാത്ത വിലക്കയറ്റങ്ങളും അതുപോലെ തന്നെ രോഗവ്യാപ്തികളും ചിങ്ങമാസത്തിൽ, അതായത് ഇന്നത്തെ ഗ്രഹനില സമ്പ്രദായത്തിൽ രോഗദുരിതങ്ങളും അതുപോലെ തന്നെ മാനസിക പ്രയാസങ്ങളും അതുപോലെ തന്നെ പരസ്പര വിരുദ്ധങ്ങളാവുന്ന കലാപങ്ങളും ഒക്കെ സംഭവിക്കേണ്ട ചില സ്ഥിതിയിൽ തന്നെയാണ് ഗ്രഹനില സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗ്രഹനില സമ്പ്രദായത്തിൽ കാണുന്ന വ്യാകരണങ്ങളിൽ പോകാതെ നമ്മൾക്ക് ഓരോരുത്തർക്കും അനുഭവിക്കേണ്ട ദുരിതങ്ങളും ദോഷങ്ങളും കഠിനമായി വരുന്ന മാനസിക പ്രയാസങ്ങളും അതുപോലെ തന്നെ മനോവേദനകൾ കൊണ്ടുവരുന്ന പ്രയാസങ്ങൾ, ധനനഷ്ടങ്ങൾ, വ്യാധികൾ, പറയപ്പെടുന്ന വ്യാധികൾ, അതുപോലെ തന്നെ വളരെ സന്തോഷ സമാധാനത്തോടെ കഴിയുന്ന ഈ സന്ദർഭങ്ങളിലും വിശ്വസിക്കാൻ കഴിയാത്ത ചില പ്രധാന വ്യക്തികളുടെ മരണദോഷങ്ങൾ കൂടി നമുക്ക് കാണേണ്ടതായി വരുന്ന ഒരവസരം കൂടി തന്നെയാണ് ഇന്ന്. അത് രാഷ്ട്രീയത്തിലായാലും കലാരംഗത്തിലായാലും പ്രഗത്ഭ വ്യക്തികൾ നമ്മളെ വിട്ടുപോകേണ്ട ഒരവസരങ്ങൾ കൂടിയാണ് ഈ ഓണവിശേഷങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില ദുരിതങ്ങൾ ഉണ്ടെങ്കിലും ഈ ഓണം നിങ്ങൾക്കേവർക്കും സമാധാനം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അശ്വതി മുതൽ രേവതി വരെ വരുന്ന 27 നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസത്തിൻ്റെ ഈ 30-ാം തീയതി കഴിഞ്ഞു വരുന്ന കന്നിമാസം 1-ാം തീയതി, അതായത് 17-ാം തീയതി സെപ്റ്റംബർ 2024 സെപ്റ്റംബർ 17-ാം തീയതി ചൊവ്വാഴ്ച മുതൽ കന്നിമാസം 30-ാം തീയതി കൂടി വരുന്ന ദിനങ്ങളിലെ ഗ്രഹനില സമ്പ്രദായത്തിൽ വരുന്ന ദോഷങ്ങളും അതുപോലെ തന്നെ വ്യാഴ വക്രദൃഷ്ടിയിൽ വരുന്നതും ചില കാരണങ്ങളും ദോഷങ്ങളുമുണ്ട്. വ്യാഴം വക്രത്തിൽ വരുന്നത് ഒക്ടോബർ 9-നാണ്. അതുപോലെ തന്നെ വ്യാഴം എന്ന ഗ്രഹമൊക്കെ രാജാവിൻ്റെ സ്ഥാനമാണ് രാശിഭാവങ്ങൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ രാശിഭാവങ്ങൾ കാണുന്ന രാജാവിൻ്റെ പിന്നോക്കം വരുന്ന അവസ്ഥ രാജ്യത്തിന് ദോഷങ്ങൾ വരും എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ സമ്പ്രദായത്തിൽ വരുന്ന ദോഷങ്ങൾക്ക് ചില ദുരിതങ്ങളുണ്ട്. എങ്കിലും മേടം രാശിക്കാരെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം വരുന്ന മേടം രാശിക്കാരെ കുറിച്ചുകൊണ്ട് വ്യാഴത്തിൻ്റെ സ്ഥാനമാറ്റങ്ങൾ കൊണ്ട് ഐശ്വര്യവും നേട്ടവും ഗുണങ്ങളും ഒക്കെ തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ അനുഭവപ്പെടുന്ന സന്തോഷങ്ങൾ, അതുപോലെ തന്നെ പുതിയ വാഹനങ്ങളോ പുതിയ ഭവനങ്ങളൊക്കെ കിട്ടേണ്ട അവസരങ്ങൾ, അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളുടെ ഒരു അന്തിമ തീരുമാനം, അതുപോലെ തന്നെ നിയമ കാര്യങ്ങളിൽ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാരണങ്ങൾ കൊണ്ട് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാവുന്ന ഒരു സ്ഥിതിയിൽ, അതുപോലെ തന്നെ സമാധാന അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോകാൻ കഴിയുന്ന സ്ഥിതികളും ഉണ്ടായിട്ട് തന്നെയാണ് കാണുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഈ നക്ഷത്രക്കാർക്ക് മനോവ്യാധികളും ദേഹദോഷങ്ങളൊക്കെ ഉണ്ടാവാമെന്നാണ് പറയാം. അത് ഈ മേടം രാശിയുടെ അധിപൻ വരുന്നത് ചൊവ്വയാണല്ലോ. അപ്പോൾ ഈ ചൊവ്വ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും ചൊവ്വ
സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളിലെ നീചഭംഗങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പറയുമ്പോൾ ചെറിയ നീർദോഷങ്ങൾ, ദേഹദോഷങ്ങൾ ഒക്കെ വരാം. അതുകൊണ്ട് തന്നെ ഈ ദോഷത്തിനും മുക്തി നേടാനായിട്ടുള്ള ക്ഷേത്ര വഴിപാടുകൾ ഒരു പരിധിവരെ സമാധാനം കിട്ടും എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇവരെ തട്ടകത്തിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവത് സേവ വഴിപാട് കഴിക്കുന്നതും ദേഹപുഷ്പാഞ്ജലി കഴിക്കുന്നതും വളരെ ഉചിതമായ വഴിപാടും സമാധാനം കിട്ടുന്ന അവസരങ്ങൾ കൂടി തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ കഷ്ടനഷ്ടങ്ങൾ വരാതെ കണ്ടും അതുപോലെ തന്നെ ധന കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിച്ചു കൊണ്ടുപോകുന്നതും മേടൻ രാശിക്കാരെ കുറിച്ചുകൊണ്ട് എടുത്തു പറയേണ്ട ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ധനവിഷയങ്ങൾ തീർച്ചയായിട്ടും സമാധാനപൂർവ്വം മനസ്സിലാക്കിക്കൊണ്ടുള്ള കൊടുക്കൽ വാങ്ങൽ ശ്രദ്ധിച്ചു വേണം എന്നുള്ളതാണ് മറ്റൊരു കാരണം. അതുപോലെ തന്നെ ക്ഷേത്ര വഴിപാട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സമാധാനവും സന്തോഷവും തരും. എന്നാൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ സരസ്വതി ദേവി ക്ഷേത്രം പോലുള്ള സ്ഥലങ്ങളിലെ വിദ്യാസൂക്ത പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ മുട്ടുകളും തീർക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വിദ്യാർത്ഥികൾക്കും സമാധാനം കിട്ടും. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളാണെങ്കിലും അതുപോലെ തന്നെ വ്യാപാരികളാണെങ്കിലും കർമ്മ തടസ്സങ്ങളില്ലാതെ കർമ്മം മുന്നോട്ട് പോകാനായിട്ട് കർമ്മശത്രു ബാധ മുട്ടുകളും ദേവീക്ഷേത്രത്തിൽ കഴിക്കുന്നതും ഉചിതമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈ കന്നിമാസം പൂർണ്ണമായും സമാധാനവും സന്തോഷവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടവൻ രാശിയിൽ ഇപ്പോൾ ഈ വ്യാഴം ഇപ്പോൾ ഇടവൻ രാശിയിൽ നിന്നാണ് പിറകോട്ട് പോകുന്നത്, അതാണ് വക്രം. അങ്ങനെ വരുമ്പോൾ ഇടവൻ രാശിയിൽ കാണുന്ന 2/4 ഭാഗം നക്ഷത്രക്കാരുണ്ട്. കാർത്തികയുടെ 3/4 ഭാഗം രോഹിണിയും മകീരത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന ഇടവൻ രാശിക്കാരെ കുറിച്ച് കൊണ്ട് പറയുമ്പോൾ വളരെ സന്തോഷങ്ങളാണ് പറയേണ്ടത്. ഈ നക്ഷത്രക്കാർക്ക് പുതിയ തൊഴിൽ സംരംഭങ്ങൾ, അതായത് ഉള്ളതിനേക്കാൾ മറ്റൊരു തൊഴിൽ കൂടെ കിട്ടേണ്ട അവസരങ്ങളും സമാധാനപൂർവ്വം മുന്നോട്ട് പോകേണ്ട അവസരങ്ങളും അതുപോലെ തന്നെ കുടുംബ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിൽ തന്നെയാണ് കാണേണ്ടത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ, വിവാഹങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഭൂമി ഇടപാടുകളാണെങ്കിലും അതൊക്കെ സാധിക്കുന്ന ഒരവസരമാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഓണങ്ങളും അതുപോലെ തന്നെ വിശേഷങ്ങളൊക്കെ ഈ ഇടവൻ രാശിക്കാരെ കുറിച്ചുകൊണ്ട് വളരെ കൃത്യമായി പറഞ്ഞാൽ സമാധാനം തന്നെയാണ്. എങ്കിലും ഈ നക്ഷത്രക്കാർക്കും നീർവീഴ്ചകളും അതുപോലെ തന്നെ ദേവദോഷങ്ങളും ഒക്കെ ഉണ്ടാവാമെന്ന് പറയുക. അതുപോലെ തന്നെ പുതിയ വ്യാപാരങ്ങൾ തുടങ്ങുകയാണെങ്കിൽ, ജോലി അല്ലാതെ കൊണ്ട് ചെയ്യുന്ന വ്യാപാരങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതും അവരുടെ തർക്ക വിഷയങ്ങളില്ലാതെ കൂട്ടു ബിസിനസ് ആണെങ്കിൽ വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതും വളരെ ആവശ്യമാണ്. എന്നിരുന്നാലും നേട്ടങ്ങൾ തന്നെയാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിച്ചും സമാധാനത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇടവൻ രാശിക്കാരെ കുറിച്ചുകൊണ്ട് വളരെ സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. ഇതിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒക്കെ എടുത്തു പറയേണ്ട അവസരങ്ങൾ നല്ലതായിട്ട് തന്നെയാണ്. എങ്കിലും ഈ നക്ഷത്രക്കാരെ ഇവർക്ക് വ്യാഴം വക്രത്തിൽ പോകുമ്പോൾ വ്യാഴത്തിൻ്റെ നേട്ടങ്ങളുണ്ടെങ്കിലും വ്യാഴത്തിന് ചില തടസ്സങ്ങളും ദോഷങ്ങളും ഇല്ലാതിരിക്കാനായിക്കൊണ്ട് വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ അധിപനായി വരുന്ന വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും തുളസിമാലയും നെയ്വിളക്കും വഴിപാട് കഴിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇവരുടെ ദേഹപുഷ്പാഞ്ജലി കൂടി കഴിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനവും നടത്തുകയാണെങ്കിൽ വളരെ ഉത്തമമായി സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ മിഥുനം രാശി അല്ലെങ്കിൽ മിഥുനക്കൂറിൽ വരുന്നത് മകീരത്തിൻ്റെ അരഭാഗം തിരുവാതിര പുണർത്തത്തിൻ്റെ 3/4 ഭാഗം ചേർന്ന് വരുന്ന മിഥുന രാശിക്കാരെ കുറിച്ച് കൊണ്ടുവരുന്നത് മനോവ്യാധികളുണ്ടാവാം, കുടുംബ സ്വസ്ഥതകൾ കുറയുന്ന അവസരങ്ങളുണ്ടാവാം, കൂടെ നിൽക്കുന്നവരിൽ നിന്നും വഞ്ചന സ്വഭാവങ്ങളുണ്ടാവാം. എന്നാലും ഇവരെ സംബന്ധിച്ച് വ്യാഴദൃഷ്ടി എന്ന് പറയുന്നത് ഗുണം തന്നെയാണ്. അപ്പോൾ നേതൃത്വ സ്ഥാനത്ത് എത്തിപ്പെടുന്നതും അതിൽ അസൂയ പൂണ്ടുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാണെങ്കിലും മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളുള്ളവരാണെങ്കിലും അതിൻ്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ചതിക്കപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധയോടെ മുന്നോട്ട് പോകണമെന്നാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഇവരെ ജോലി ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്ന എന്നാൽ പുറമേ സ്നേഹത്തോടെ ഭവിക്കുന്നതുമായ ശത്രുദോഷങ്ങൾ ഇല്ലാതിരിക്കാനും തീർച്ചയായിട്ടും മിഥുന രാശിയുടെ അധിപനായി വരുന്ന ബുധന് ഇത് വിഷ്ണുവിൻ്റെ ഇതരഭാവങ്ങളാണ് വരിക. ഈ
ബുധൻ എന്ന ഗ്രഹത്തിനായിക്കൊണ്ട് നരസിംഹഭാവത്തിലുള്ള ക്ഷേത്രങ്ങളിലെ പാനകം വഴിപാട് കഴിച്ചുകൊണ്ട് ശത്രുദോഷം തീർക്കലും അതുപോലെ തന്നെ ദേഹപുഷ്പാഞ്ജലി കഴിക്കുന്നതും വളരെ ഉചിതമാണ്. ദേവന് കഴിയും വഴിപാടായിക്കൊണ്ട് കഴിയുന്നൊരു വഴിപാടും ചെയ്യാം. തീർച്ചയായിട്ടും വളരെ ചിലവില്ലാത്ത വഴിപാടുകളാണ്. തീർച്ചയായിട്ടും ഇവർക്ക് സമാധാനം കിട്ടും എന്ന് തന്നെയാണ് കാണേണ്ടത്. കന്നിമാസത്തിലെയും വിഷുബല ചിന്തയിലും എടുത്തു പറയേണ്ടത്. പിന്നീട് കർക്കിടക രാശിയാണ്. കർക്കിടക രാശിയിൽ പുണർത്തത്തിൻ്റെ കാൽഭാഗം പൂയം ആയില്യം ചേർന്ന് വരുന്ന 2 ഭാഗമാണ്. ഈ നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ആവുന്ന ഒരു സമയം തന്നെയാണ്. എന്നാൽ ഇത് പുതിയ ബിസിനസ്സോ അല്ലെങ്കിൽ പുതിയ തൊഴിലോ അന്വേഷിച്ചു കൊണ്ടുപോകുന്നവർക്ക് വളരെ വേഗത്തിൽ സിദ്ധിക്കുന്നതും അനുകൂലമാവുന്ന ഒരു അവസരം തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് വിദ്യാർത്ഥികളാണെങ്കിലും മികച്ച വിജയം കാഴ്ചവെക്കാൻ കഴിയുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവുക. എങ്കിലും ഇവർക്ക് പരിസര ശത്രുബാധ എന്ന് വരുന്നതൊന്ന് കാണാമെന്നാണ് പറയുക. പരിസര ശത്രുബാധ എന്ന് പറയുന്നത് ഭവന പരിസരമൊക്കെ ആവാം, അല്ലെങ്കിൽ തൊഴിൽ രംഗത്തിൻ്റെ പരിസരമാവാം. ഈ ശത്രുദോഷങ്ങൾ തീർച്ചയായിട്ടും ഇവരുടെ ഗ്രഹനില അല്ലെങ്കിൽ ദശാകാലങ്ങൾ കൂടി ചിന്തിച്ചുകൊണ്ട് ഇതിന് ഒരു പരിഹാരങ്ങൾ കാണുകയാണെങ്കിൽ കർക്കിടക രാശിയിൽ വരുന്ന ഈ 2 ഭാഗം നക്ഷത്രക്കാർക്ക് പൂർണ്ണ സമാധാന സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഈ വിഷു ഓണ ബലചിന്തയിലും കന്നിമാസ ബലചിന്തയിലും കാണേണ്ടത്. ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിയിലെ കുറിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം വരുന്ന ചിങ്ങൻ രാശിക്കാരെ കുറിച്ചുകൊണ്ട് നേതൃത്വ സ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിയുന്നതും അതുപോലെ തന്നെ എല്ലാ സ്ഥാനങ്ങളും വിജയിക്കേണ്ട അവസരങ്ങളൊക്കെ കാണേണ്ടത്. എങ്കിലും കഫദോഷങ്ങൾ അല്ലെങ്കിൽ ദേഹദോഷങ്ങൾ അല്ലെങ്കിൽ നീർക്കെട്ട് ദോഷങ്ങൾ അതുപോലെ തന്നെ അസ്ഥി ദോഷങ്ങളൊക്കെ കാണാവുന്ന ഒരു സ്ഥിതിയിലാണ്. അതുകൊണ്ട് വീഴ്ചകളൊന്നും പറ്റാതെ കണ്ട് വളരെ സൂക്ഷിച്ച് നടക്കുകയും അതുപോലെ തന്നെ നീർക്കെട്ട് വരാതെ കണ്ട് സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ഔഷധ സേവ കഴിക്കേണ്ട സമയത്ത് കഴിക്കുകയൊക്കെ ചെയ്യുകയും അതുപോലെ തന്നെ പ്രാക്ക് ബാധ ശത്രുദോഷങ്ങളൊക്കെ തീർക്കാനായിക്കൊണ്ടും ചിങ്ങമാസത്തിലെ സൂര്യൻ്റെ പ്രയാണം കന്നിമാസത്തിലേക്ക് വരുമ്പോൾ കന്നിയിൽ വരുന്ന സൂര്യൻ്റെ അവസാന ഭാവം അതായത് കന്നിമാസം മുഴുവനായിക്കൊണ്ടും ഈ നക്ഷത്രക്കാർക്ക് അതായത് ചിങ്ങമാസത്തിൽ കാണുന്ന മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് സൂര്യൻ എന്ന ഗ്രഹത്തിൻ്റെ 2 ഭാവചിന്തയിൽ വരുന്ന തർക്കദോഷങ്ങളും തടസ്സങ്ങളും ഇല്ലാതെ കണ്ട് വിജയിക്കാനും അതുപോലെ തന്നെ പരസ്പര ദൃഷ്ടിയിൽ വരുന്ന കുംഭരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി അപ്പോൾ ദൃഷ്ടിഭാവത്തിലാണ് ഇവർ ഈ ചിങ്ങത്തിൽ നിൽക്കുമ്പോൾ പിന്നീട് അത് കന്നിയിൽ മാറുമ്പോൾ 6ലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ശത്രുസ്ഥാനമായിട്ട് വരും. അപ്പോൾ ഈ ദോഷങ്ങളൊന്നും ഇല്ലാതിരിക്കാനും പൂർണ്ണമായ സമാധാനത്തിനായിക്കൊണ്ടും സൂര്യനും ശനിയും പരസ്പരം ശത്രുള്ള ഗ്രഹങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഈ ശത്രുതാ മനോഭാവം കൈവടിഞ്ഞുകൊണ്ട് പൂർണ്ണമായ സന്തോഷത്തിലെത്തിപ്പെടാൻ ശിവക്ഷേത്ര സന്നിധിയിലെ മനസ്സമാധാനത്തിനായിക്കൊണ്ട് ധാര വഴിപാട് കഴിക്കുക. അതുപോലെ തന്നെ കൂവളമാല അലങ്കാരത്തിനായിട്ട് ദേവനൊരു നിവേദ്യം കഴിച്ചുകൊണ്ട് ക്ഷേത്ര വഴിപാട് അതിൽ ഒരുതി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അങ്ങനെ ഒരു വഴിപാടുണ്ട്. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിച്ചുകൊണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ മനോവേദനകൾക്കും തർക്കങ്ങൾക്കും തടസ്സങ്ങൾക്കും ഒക്കെ ഒരു പരിഹാരങ്ങളായിക്കൊണ്ട് നേതൃസ്ഥാനത്ത് വരാനും അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ കെട്ടിപ്പടുക്കാനും പുതിയ ജോലിയിൽ എത്തിപ്പെടാനും ഒക്കെ കഴിയുന്ന സ്ഥിതിയിൽ അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ സ്ഥാനക്കയറ്റങ്ങളും അതിൽ വരുന്ന ചില ലജ്ജിക്കേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടാവാമെന്ന് പറയും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ ഈ ക്ഷേത്ര വഴിപാട് വളരെ ഉചിതമായി നിങ്ങൾക്ക് സമാധാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കന്നിക്കൂർ. കന്നിക്കൂറിൽ കന്നിരാശിയിൽ ഉത്തരത്തിൻ്റെ 3/4 ഭാഗം അത്തം ചിത്രയുടെ അരഭാഗം ചേർന്ന് വരുന്ന കന്നിരാശിയിൽ വരുന്നവർക്ക് സമാധാനം തന്നെയാണ്. ഈ ഓണവിശേഷങ്ങളും അതുപോലെ തന്നെ കന്നിമാസവും ഈ നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് സമാധാനമാണ്. എങ്കിലും ഇവർക്ക് അലോസര മനോഭാവങ്ങളും സ്വന്തം കുടുംബത്തിൽ നിന്ന് ശത്രു വാക്കുകൾ കേൾക്കേണ്ട അവസരങ്ങളും അതുപോലെ തന്നെ മിത്രങ്ങളായി തോന്നുന്നവരിൽ നിന്ന് ശത്രുഭാവത്തിൽ വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ട്. അത് കാണേണ്ടത് തന്നെയാണ്. എങ്കിലും ഇവരെ സംബന്ധിച്ച് വ്യാഴദൃഷ്ടിയും വ്യാഴത്തിൻ്റെ സഞ്ചാരങ്ങളും ഇവരെ സംബന്ധിച്ച് നേട്ടങ്ങളും സമാധാനങ്ങളും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ സന്തോഷ സമാധാന ഐശ്വര്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന വഴിപാട് ശാസ്താവെങ്കിൽ നീരാഞ്ജനം അതുപോലെ തന്നെ അട വഴിപാട് ദേവന്
വിളക്ക് മാല കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഓണവിശേഷങ്ങളും കന്നിമാസ ഫലങ്ങളും കൊണ്ട് വളരെ സവിശേഷമായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും എന്നതിനെയാണ് കാണേണ്ടത്. തുലാരാശിയിൽ ചിത്രയുടെ അരഭാഗം ചോതി വിശാഖത്തിൻ്റെ മുക്കാഭാഗം ചേർന്ന് വരുന്ന തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഓണവിശേഷങ്ങളും അതുപോലെ തന്നെ കന്നിമാസ ഫലചിന്തയിലും എടുത്തു പറയേണ്ടത് വാഹന അപകടങ്ങളോ ദുരിതങ്ങളോ ദോഷങ്ങളോ വരാം. അത് അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കാതിരിക്കാൻ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുകയും വാഹനയാത്രയെല്ലാം വളരെ സൂക്ഷ്മത്തോടെ പോവുകയും അതുപോലെ തന്നെ വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് വിശ്വാസവഞ്ചനകൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് അതായത് കന്നിമാസ ഫലചിന്തയിലും ഓണവിശേഷങ്ങളും വളരെ സവിശേഷമായ ഒരു സമയം തന്നെയാണ് കടന്നു പോകുന്നത്. കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ച് നേട്ടങ്ങളാണ്, വ്യാപാരത്തിൽ നേട്ടങ്ങളാണ്, ഐശ്വര്യങ്ങളാണ്. എങ്കിലും തുലാരാശിയുടെ അധിപനായി വരുന്നത് ശുക്രനാണ്. ശുക്രനായിക്കൊണ്ടുള്ള ഒരു ക്ഷേത്ര വഴിപാട് ഇവർക്ക് സമാധാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ശുക്രൻ്റെ വഴിപാട് എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിക്കാണ്. അത് ഇഷ്ട വഴിപാട് കഴിച്ചുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനവും നടത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിയിൽ വിശാഖത്തിൻ്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട ചേർന്ന് വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക് സമാധാനം ഉണ്ടോ ചോദിച്ചാൽ സമാധാനം ഉണ്ട്. എന്നാൽ ചില തർക്കദോഷങ്ങൾ വരാം. ഇത് സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ധന ഇടപാടിൽ നിന്നും സംഭവിക്കേണ്ടതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഉദ്ദേശ കാര്യങ്ങൾ നടപ്പിലാവാത്ത സ്ഥിതിയും ശത്രുദോഷങ്ങളും വരാവുന്ന ചില സ്ഥിതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ദശാകാല ചിന്തകളും ജാതകങ്ങളും തത്സമയ രാശി ചിന്തകളൊക്കെ പരിശോധിച്ചുകൊണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് സമാധാനങ്ങളും പരിഹാരങ്ങളും കാണും. എങ്കിലും ഈ നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് കാണുന്ന ദോഷങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരത്തിനായിക്കൊണ്ട് വിഷ്ണു ക്ഷേത്ര സന്നിധിയിലും അതുപോലെ തന്നെ കഴിയും വഴിപാട് കഴിക്കാം. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഫലപ്രദമായി വരുന്നത് ചൊവ്വ അല്ലെങ്കിൽ ഭഗവതിക്ക് ഒരു വഴിപാടും കഴിക്കുക. ഈ 2 ക്ഷേത്രങ്ങളിലും വഴിപാട് കഴിക്കുമ്പോൾ വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സമാധാന സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണുന്നത്. ധനുരാശിയിലെ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ധനുരാശിക്കാരെ കുറിച്ചുകൊണ്ട് സമാധാനം കുറയേണ്ട അവസരം തന്നെയാണ്. വ്യാഴം ശത്രുസ്ഥാനത്തായിരുന്നത് 6-ലായിരുന്നത് വക്രദിശയിൽ വരുമ്പോൾ ശത്രുഭാവങ്ങൾ ഉൾവരിഞ്ഞു എന്നല്ല ചിന്തിക്കേണ്ടത്. ശത്രു പുതിയ തന്ത്രങ്ങൾ മെനയും എന്നാണ് കണ്ടത്. അതുപോലെ തന്നെ പുതിയ വ്യാപാര അഭിവൃദ്ധികളുടെ സസൂക്ഷ്മം മുന്നോട്ട് പോവുകയും ശത്രുദോഷങ്ങളില്ലാതെ കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ദേഹദോഷങ്ങളും അതുപോലെ തന്നെ ഭയപ്പാട് ദോഷങ്ങളും ഗ്രഹത്തിൽ വരുന്ന കലഹദോഷങ്ങളൊക്കെ ഇല്ലാതിരിക്കാനായിക്കൊണ്ട് ഈ ധനുരാശിയുടെ അധിപനായി വരുന്നതും അതുപോലെ തന്നെ വ്യാഴ ശുക്രന്മാർക്ക് പ്രീതിപ്പെടുന്ന വഴിപാട് വിഷ്ണു ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനവും നടത്തിക്കൊണ്ട് കഴിയും വഴിപാട് കഴിക്കുകയും അതുപോലെ തന്നെ സമാധാന സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോകാൻ കഴിയും പ്രാർത്ഥനകളും നടത്തുകയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മനോപ്രാർത്ഥനകൾ നടത്തുമ്പോഴും ഇവർക്ക് പൂർണ്ണ സന്തോഷം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പൊതുവേ ഈ നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് ഓണവിശേഷങ്ങൾ നല്ലതായിട്ട് തന്നെയാണ് കാണേണ്ടത്. പിന്നീട് മകരക്കൂറ് അല്ലെങ്കിൽ മകരരാശി. അതിൽ ഉത്രാടത്തിൻ്റെ മുക്കാഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്നവർക്ക് ശനിയുടെ ദോഷങ്ങൾ 7.5 ശനിയാണ്. അതുപോലെ തന്നെ വ്യാഴദൃഷ്ടിയാണ്. അതുകൊണ്ട് സമാധാനങ്ങൾ കിട്ടാത്ത ചില അവസരങ്ങൾ ഉണ്ടാവാം എന്ന് തന്നെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ ശിവക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ മനോവേദനകളില്ലാതിരിക്കാൻ ധാര വഴിപാട് അതുപോലെ തന്നെ കൂവളമാല അതുപോലെ തന്നെ കടാവിളക്ക് ദേഹദോഷങ്ങളില്ലാതെ ഇരിക്കാനായിട്ട് ഈ വഴിപാട് ശിവക്ഷേത്രത്തിലും അതുപോലെ തന്നെ വ്യാഴത്തിന് അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ കഴിയും വഴിപാട് കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും സമാധാനം കിട്ടും. പിന്നീട് കുംഭൻ രാശിയാണ്. കുംഭൻ രാശിയിൽ അവിട്ടത്തിൻ്റെ അരഭാഗം ചതയം പൂരോരട്ടാതി മുക്കാഭാഗം ചേർന്ന് വരുന്ന ഈ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് ചില ശനിദോഷങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളും ഉള്ളതായിട്ട് തന്നെയാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവരുടെ സർവ്വ സമാധാന ഐശ്വര്യത്തിനായിക്കൊണ്ടും നവഗ്രഹ
ഹോമം കഴിച്ചുകൊണ്ട് സർവ്വഗ്രഹങ്ങൾക്കും അധിപനായി വരുന്നതും അതുപോലെ തന്നെ ശനി ദോഷത്തിൽ വരുന്നതും ജന്മശനി ദോഷങ്ങൾക്കും ഒക്കെ പരിഹാരങ്ങളായിക്കൊണ്ട് നവഗ്രഹ പൂജ കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും കന്നിരാശിയിൽ വരുന്ന ബലചിന്തയിലും തത്സമയ ദേഹദോഷത്തിനും ഉത്തമ പരിഹാരമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ മീനരാശിയിൽ പൂരോരുട്ടാതി കാഭാഗം ഉത്രട്ടാതി രേവതി വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക് കന്നിമാസ ഫലചിന്തയിൽ ദശാകാലം കൂടി നോക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത്. വീഴ്ചകളോ ക്ഷതങ്ങളോ സംഭവിക്കാവുന്ന സ്ഥിതിയിലാണ് കടന്നു പോകുന്നത്. എങ്കിലും മീനരാശിയുടെ അധിപനായി വരുന്ന ശുക്രൻ്റെ കാരകത്വത്തിൽ വരുന്ന ദൃഷ്ടിഭാവ ദോഷങ്ങൾക്കൊക്കെ ചില മനപ്രയാസങ്ങളും ചെയ്യുന്ന തൊഴിൽ ചില സങ്കടങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ടാവാം. ഇതിനെല്ലാം മറികടന്നുകൊണ്ട് പൂർണ്ണമായ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ ഹനുമാൻ സ്വാമിക്ക് കഴിയും വഴിപാട് കഴിക്കുകയും അല്ലെങ്കിലോ കുഴച്ചാവിലെ നിവേദ്യമായിക്കൊണ്ടും നെയ്വിളക്ക് സമർപ്പിക്കുകയും വെറ്റലമാലയും കഴിക്കുമ്പോൾ ഉചിതമായ വഴിപാടായി ഇത് കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും സുഖസമാധാന സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കന്നിമാസ ഫലചിന്തയിലും ഓണവിശേഷങ്ങളും നിങ്ങൾക്ക് ഏവർക്കും സന്തോഷവും സമാധാനവും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജ്യോത്സ്യൻ മോഹൻദാസ്.